തരുൺ മൻസുഖാനി സംവിധാനം ചെയ്തിട്ടുള്ള ഹൗസ്ഫുൾ 5 രണ്ട് ക്ലൈമാക്സുകളുള്ള സിനിമയാണ്. അതായത് ഹൗസ്ഫുൾ 5A, ഹൗസ്ഫുൾ 5B എന്നിങ്ങനെ രണ്ട് വേർഷനുകൾ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. രണ്ടിലും രണ്ട് വില്ലന്മാരാണെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ വേറെ ഏതെങ്കിലും സംവിധായകൻ, ഉദാഹരണത്തിന് ശ്രീ വിശാൽ ഭരദ്വാജ് എങ്ങാനും ആണ് ഇതുപോലെ ഒരു മേർഡർ മിസ്റ്ററി സിനിമ എടുത്ത് രണ്ട് ക്ലൈമാക്സുകൾ റിലീസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ വലിയ വിവാദം ഉണ്ടായേനെ. ടിക്കറ്റിന് നല്ല വിലയുള്ള ഇന്നത്തെ കാലത്ത് പണം കൊടുത്തൊരു സിനിമ കാണുമ്പോൾ വേറെ ഒരാൾ കണ്ടത് നമ്മൾ കണ്ടതിൽ നിന്നും വ്യത്യാസമുള്ള ഒന്നാണ് എന്ന് അംഗീകരിക്കാൻ അത്ര സുഖമുള്ള കാര്യമല്ല. തെറ്റാണെന്നല്ല പറയുന്നത്, ഒരുപക്ഷെ അതിനെക്കുറിച്ച് ക്രിയാത്മകമായ വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ ഹൗസ്ഫുൾ സിനിമകളുടെ നിലവാരത്തെക്കുറിച്ച് നാട്ടുകാർക്ക് എല്ലാവർക്കും ഒരു ധാരണയുള്ളതുകൊണ്ടാവണം രണ്ട് ക്ലൈമാക്സ് ഉണ്ടാകുമെന്ന് കേട്ടപ്പോൾ ആർക്കും അതിനെക്കുറിച്ച് വലിയ ഞെട്ടലോ സന്തോഷമോ ഒന്നും ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സിനിമ കണ്ട് നിരാശ തോന്നിയത് ഇതിൻ്റെ ക്ലൈമാക്സ് കൊള്ളാത്തതുകൊണ്ടോ വില്ലൻ പോരാഞ്ഞതുകൊണ്ടോ ഒന്നുമല്ല. ഏതാണ്ട് ബോളിവുഡിലെ പകുതി പേരും വന്ന് അഭിനയിച്ചു പോയിട്ടുള്ള ഈ സിനിമ 3 മണിക്കൂർ നീളമുള്ള ഒരു ഫിലിം ഫെയർ അവാർഡ് നൈറ്റ് പോലെ കാണാൻ പറ്റും.